ദൈവത്തിന് സ്തോത്രം. ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നമ്മളുടെ സഹോദരൻ സൂരജ് താൻ ഒരു പുതിയ സ്ഥലത്ത് പ്രവർത്തിക്കുവാൻ വേണ്ടി പോയി. വലിയ കഷ്ടതയുണ്ടായി. വളരെ ചെറിയ ഒരു സഹായത്തിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ്. ഒരു പുതിയ സ്ഥലത്തേക്ക് ഒരാൾ പ്രവർത്തനത്തിന് വേണ്ടി പോകുമ്പോൾ അവിടെ ഒരു വിശ്വാസി പോലും ഇല്ല. അവിടെയുള്ളത് മുഴുവൻ അവിശ്വാസികളാണ്, എതിർക്കുന്നവരാണ്. പത്രോസിനെയും മറ്റും എതിർത്ത കഥകൾ നമുക്കറിയാം. എന്ത് കാരണം ചൊല്ലിയാണ് എതിർത്തത്? അവർ യേശുവിനെ പറ്റി പ്രസംഗിച്ചു, ആളുകൾ എതിർത്തു. അതാണ് സുവിശേഷത്തിൻ്റെ പ്രത്യേകത. നല്ല കാര്യങ്ങൾ നമ്മൾ പറയുന്നു, ആളുകൾ അതിൻ്റെ പേരിൽ എതിർക്കുന്നു. അതായത് അവരെ ഭരിക്കുന്ന ആ ശക്തികൾ അതിനുവേണ്ടി അവരെ പ്രേരിപ്പിക്കും. അങ്ങനെ ഒരു സ്ഥലത്ത് താൻ പ്രവർത്തിക്കുകയാണ്. തൻ്റെ കുഞ്ഞിനെ ആളുകൾ ഉപദ്രവിക്കുക, തുണി നനയ്ക്കാനിട്ടാൽ അതെടുത്ത് കളയുക, ചീത്ത പറയുക, ഇതൊക്കെ സഹിച്ച് താൻ അവിടെ പ്രവർത്തിച്ചു. കുറച്ച് വിശ്വാസികളെ ലഭിച്ചു. ചില ദിവസങ്ങൾക്ക് മുൻപ്, 2-3 ആഴ്ചകൾക്ക് മുൻപ് ആളുകൾ കൂട്ടമായി എത്തി തനിക്ക് സ്ഥലം തന്നയാളെ മർദ്ദിച്ചു. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെയും തനിക്ക് വലിയ എതിർപ്പ് നേരിടേണ്ടി വന്നു, എഴുതി വയ്ക്കേണ്ടി വന്നു, ഞാൻ ഈ പോലീസ് അതിർത്തിയിൽ കാലുകുത്തില്ല. ഒന്ന് ഓർത്തു നോക്കി. അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ, വലിയ റൗഡികൾ, അവരെയൊക്കെയാണ് അങ്ങനെ പറയുന്നത്, നിങ്ങൾ ഈ ഭാഗത്ത് വരരുത്. സുവിശേഷം പ്രസംഗിക്കുന്നയാൾ നേരിടുന്ന എതിർപ്പുകൾ അദ്ദേഹത്തിന് വലിയ വിഷമമായിരുന്നു. എന്നോട് പലതവണ പറഞ്ഞു, ബ്രദറെ എനിക്ക് അവിടെ പോകണം. പറഞ്ഞു, യേശു നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങളെ ഒരു സ്ഥലത്ത് ഉപദ്രവിക്കുകയാണെങ്കിൽ അവിടെ ഒന്ന് ഓടിപ്പോവുക. അപ്പോൾ നമ്മൾ നിർബന്ധിച്ചൊരു സ്ഥലത്തേക്ക് പോവുക എന്നുള്ളതല്ല. അപ്പോഴാണ് ദൈവദിനം ധ്യാനിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ കണ്ടു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ യേശു ഒരു സ്ഥലത്ത് പരീശന്മാർ കേട്ടു യേശു അധികം ആളുകളെ സ്നാനപ്പെടുത്തുന്നു എന്ന് കേട്ടു. യേശു എന്താണ് ചെയ്തത്? യേശു അവിടെ നിന്നും യഹൂദിയയിൽ നിന്നും ഗലീലയിലേക്ക് പോയി. അവിടേക്ക് പോയി. യേശു എന്താണ് ചെയ്തത്? തന്നെ എതിർക്കുന്നെന്ന് കണ്ടപ്പോൾ യേശു അവിടെ നിന്നും മാറിപ്പോയി. അപ്പോൾ യേശു എല്ലാ കാര്യങ്ങളും യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. 7-ാം അധ്യായത്തിലും വായിക്കുന്നു ഹിന്ദിയിൽ, യേശു ഗലീൽ മേ ഫിർത്താ രഹ. എന്തുകൊണ്ടാണ് യഹൂദി ഗലീലയിലായിരുന്നത്? ക്യോങ്കി യഹൂദി ഉസേ മാർ ഡാൽനെ കാ യജ്ഞ കർ രഹേ ഥേ. യഹൂദിയിലുള്ളവർ തന്നെ കൊല്ലാൻ ചിന്തിക്കുന്നു എന്ന് കണ്ടപ്പോൾ യേശു എന്നാലൊന്ന് കാണാമെന്ന് പറഞ്ഞ് യഹൂദിയിലേക്ക് പോയില്ല, ഗലീലയിൽ തന്നെ തുടർന്നു. ഇതൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ദൈവാത്മാവ് സംസാരിച്ചു. അത് നടന്ന ദിവസം, അന്ന് രാവിലെയാണിത് ഈ വചനം അദ്ദേഹത്തോട് പറയുന്നത്. അന്ന് വൈകുന്നേരം തനിക്കൊരു ഫോൺ കോൾ വരികയാണ്. എവിടെ നിന്നാണ്? പോലീസ് സ്റ്റേഷനിൽ. നിങ്ങളെ ആരാണ് ഉപദ്രവിച്ചത്? ആ ഉപദ്രവിച്ചവരുടെ വിവരങ്ങൾ ഞങ്ങൾക്ക് തരാമോ? നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? ഫോട്ടോ ഉണ്ടോ? വീഡിയോ ഉണ്ടോ? നിങ്ങൾ ദയവായി ഇവിടേക്ക് വരിക. അവർ ആക്ഷൻ എടുക്കാൻ തുടങ്ങിയ. ആര് പറഞ്ഞു? എൻ്റെ പ്രിയമുള്ളവരെ, ഒരു സുവിശേഷകൻ ഒരിടത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ അയക്കുന്നത് ദൈവമാണ്. അയാളുടെ മരണം വരെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിനാണ്. ലേയിലേക്കും ലഡാക്കിലേക്കും കാർഗിലിലേക്കും ആസാമിലെ വനങ്ങളിലേക്കും രാജസ്ഥാനിലെ മരുഭൂമിയിലേക്കും ഒക്കെ ഭാരത സർക്കാർ ഒരു സൈനികനെ അയക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആയുഷ്കാലം മുഴുവൻ, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ, യേശുവിൻ്റെ സുവിശേഷവുമായി പോകുന്നവരുടെ ഉത്തരവാദിത്വം, അവരുടെ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം, അവരുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ നിമിഷം വരെയുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവമാണ്. അതെ, അത് നമ്മൾ ഓർക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുഞ്ഞുങ്ങളെ സുവിശേഷ വേലയ്ക്ക് വിടണം. അതെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു വാക്യം, എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. അവരെങ്ങനെ കേൾക്കും? കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കണമല്ലോ. എങ്ങനെ വിളിച്ചപേക്ഷിക്കും? റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു 10-ാം അധ്യായത്തിൽ 14-ാം വാക്യം മുതൽ, അവർ കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അറിഞ്ഞിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? അവരിതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവരെങ്ങനെ കേൾക്കും? നമ്മൾ പോകണം.
നമ്മുടെ സഭയിൽ നിന്നും യൗവനക്കാരെ അയക്കണം. നമ്മുടെ കൺവെൻഷനുകളിൽ മിഷൻ പ്രസംഗിക്കണം. സുവിശേഷ വേലയെപ്പറ്റി പറയണം. അവിടുത്തെ കീ ടൈം, നമ്മുടെ പ്രൈം ടൈം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങൾ, ഏതെങ്കിലും വലിയ രാജ്യങ്ങളിൽ, സമ്പത്തുള്ള ഇടങ്ങളിൽ, വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് സമയം, അവർക്ക് മാത്രം നോ 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 നോ. സുവിശേഷവുമായി അതെത്തിയിട്ടില്ലാത്ത ഇടത്തേക്ക് പോയി അവിടെ വർഷങ്ങൾ പ്രവർത്തിക്കുന്നവരെ വിളിച്ച് അവരെ കൊണ്ട് സംസാരിപ്പിക്കണം. ഡേവിഡ് ലിവിങ്സ്റ്റൺ സംസാരിച്ചു. ഓക്സ്ഫോർഡിൽ നിന്നും കേംബ്രിഡ്ജിൽ നിന്നും യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ആയിരക്കണക്കിന് യൗവനക്കാർ തയ്യാറായി. എന്തുകൊണ്ട്? അനുഭവമുള്ളവർ സംസാരിച്ചു. ഒരു സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, സഭയ്ക്ക് പുറത്തുള്ള ദൗത്യം എന്ന് പറയുന്നത് മിഷനാണ്. മിഷൻ എന്ന് പറഞ്ഞാൽ സുവിശേഷീകരണം. അതിനുവേണ്ടി നമ്മുടെ കൺവെൻഷൻ വേദികൾ ഉപയോഗിക്കണം, നമ്മുടെ മാസയോഗങ്ങൾ ഉപയോഗിക്കണം, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ അതിനുവേണ്ടി ഉപയോഗിക്കണം. മിഷനറിമാരുടെ ചരിത്രങ്ങൾ വായിക്കണം, പഠിക്കണം. രക്തസാക്ഷിയാകുന്നത് ഒരു കുടുംബത്തിന് അത് പരാജയമല്ല, അവർക്ക് അത് വലിയ അഭിമാനമാണ് എന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കണം. ജീവിതകാലം മുഴുവൻ കർത്താവിൻ്റെ വേല ചെയ്യുക എന്നുള്ളത് മണ്ടന്മാരും തോറ്റവരും പണി കിട്ടാത്തവരും പോകേണ്ടതല്ല. അത് കഴിവുള്ളവർ, അഭിഷേകമുള്ളവർ, അത് സമ്പത്തുള്ള ഇടത്തേക്ക് ഒരു ഇടയനായി പോകുന്നതല്ല. അതിനേക്കാളൊക്കെ അറിഞ്ഞിട്ടില്ലാത്ത ഇടത്തിലേക്ക് ദൈവദിന പാണ്ഡിത്യമുള്ളവർ, കഴിവുള്ളവർ പോകണമെന്ന് നമ്മൾ പറയണം, പഠിപ്പിക്കണം. ദൈവവചനം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. അപ്പോൾ ദൈവം നമ്മളോട് പറയുകയാണ്, കർത്താവിൻ്റെ നാമം അവർ വിളിച്ചപേക്ഷിക്കണമെങ്കിൽ നീ പോകണം. നമ്മൾ തയ്യാറാണോ? നമ്മൾ തയ്യാറാകണം. തയ്യാറാകുന്നില്ലെങ്കിൽ അത് അനുസരണക്കേട്, ദൈവത്തോടുള്ള നന്ദിയില്ലായ്മ. നമ്മളത് ചെയ്യണം. യേശുവിൻ്റെ നാമം, യേശുവിനെപ്പറ്റി നമ്മൾ പറയണം. അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്, സഭകളുടെ ഉത്തരവാദിത്തമാണ്, കുടുംബാംഗങ്ങളുടെ ഉത്തരവാദിത്തമാണ്, കുടുംബനാഥൻ്റെ ഉത്തരവാദിത്തമാണ്. യൗവനക്കാരെ, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ അതിന് തയ്യാറാകാം. അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. കർത്താവെ, ഞങ്ങളെ അയക്കണമേ, അങ്ങയുടെ നാമത്തിന് വേണ്ടി നാമവുമായി പോകുവാൻ. അങ്ങനെ ആളുകൾ അറിയട്ടെ, കർത്താവിൻ്റെ നാമത്തെ അറിയട്ടെ, അവർ വിളിച്ചപേക്ഷിക്കട്ടെ, അവർ രക്ഷിക്കപ്പെടട്ടെ. ഞങ്ങളുടെ നാട് യേശുവിനെ അറിയട്ടെ. അതിനുവേണ്ടി ആയിരക്കണക്കിന് ആളുകളെ ഒരുക്കണമേ, ആയിരക്കണക്കിന് സഭകളെ ഒരുക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.